ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിം പ്ലേ ആണ്. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഇതിനു മുമ്പ് കേൾക്കാത്ത ഒരു പേരാണ് ഈ ഒരു ഗെയിമിലുള്ളത്. അതല്ലാതെ തന്നെ ഇതൊരു ഹൊറർ ഗെയിം കൂടിയാണ്. നിങ്ങൾ ഈ ഫൂട്ടേജ് കാണുന്നതാണ് ഇതിലെ ഹൊറർ എന്ന് പറയുന്നത്. ഈ ഹൊററിൻ്റെ പേരാണ് സൈറൻ ഹെഡ്. ഇതിലെ ഫിക്ഷണൽ ക്യാരക്ടറായിട്ടുള്ള സൈറൻ ഹെഡ് അത്യാവശ്യം ടോളും പിന്നെ അത് ദൂരെയുള്ള വസ്തുക്കളിലേക്ക് വളരെയധികം സൗണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹൊററാണെന്നതുള്ളത്. ട്രെവർ ഹെൻഡർസൺ എന്ന വ്യക്തിയാണ് ഈ ഒരു ഫിക്ഷൻ കൊണ്ടുവരുന്നത്. ഈ ഒരു ഗെയിം ഞാൻ കളിക്കുന്നത് ക്രോമിൽ നിന്നും കിട്ടിയ ഒരു റെട്രോ ഗെയിംസ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നും കിട്ടിയ ഒരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചപ്പോൾ അത് വലിയൊരു ഹൊറർ ഗെയിം അല്ലെങ്കിൽ തന്നെ ചെറുതായിട്ട് എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ആ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് മൈക്കിലൂടെ തന്നെയാണ്, ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യണത്. നിങ്ങൾ ഗ്രാഫിക്സ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 വർഷം പഴക്കമുള്ള ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നു. 5 അതിൽ കൂടുതൽ പോകുമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രക്കിൽ നിന്നും ഏതോ വുഡ്സിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോ വെഹിക്കിൾസ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്കിവിടെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും നടക്കാം. ബസ് ഗൈസ്, പഴയ ഗെയിം ആയതുകൊണ്ട് ഇതൊരു റെട്രോ ഗെയിം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ എന്തോ കിടക്കുന്നുണ്ടല്ലോ ഗൈസ്. എന്തോ ബാഗ് പോലെയുണ്ട്. നമ്മളിതെന്തായാലും എക്സ്പ്ലോറിങ് ഗെയിമല്ലേ, അപ്പോൾ എന്തെങ്കിലും കാണണം, അതാണല്ലോ ഗെയിം ഗൈസ്. പിന്നെ ഇറ്റ്സ് എ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതോ ഇവിടെ വന്ന് ഇങ്ങനെ ഹൈക്ക് ചെയ്യാൻ വന്ന ഏതോ ആളുടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം സന്ധ്യയായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗെയിമിൽ. ഇപ്പോൾ നൈറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ പോണ വഴിക്കൊക്കെ നമുക്ക് എന്തൊക്കെയോ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വേറെ എന്തോ കണ്ടിട്ടുണ്ട്, സ്ക്രാപ്പ് ഓഫ് ഷർട്ട് എന്ന് പറഞ്ഞാണ്. ഏതൊരു പുള്ളീൻ്റെ ഷർട്ടാണ് ഗൈസ്. ഇയാളെന്താ ഷർട്ട് ഊരിയിട്ട് എന്ത് പരിപാടി ചെയ്യാൻ പോണ്? ഇവിടെ വേറെന്തോ മോർ സ്ട്രേഞ്ച് സ്ക്രാച്ച് മാർക്സ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ക്രീപ്പി സാധനമുണ്ട്. ആ ക്രീപ്പി സാധനം ഉണ്ട് എന്തായാലും. എന്തോ വലിച്ചുകൊണ്ട് പോയ സാധനം ആണെന്നാണ് തോന്നുന്നത്. എന്തോ വലിച്ചുകൊണ്ട് പോയിട്ടുള്ളൊരു സ്ക്രാച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഹൈക്ക് ചെയ്യാൻ വന്നാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു റീസ്ട്രിക്റ്റഡ് ഏരിയ എന്നാലും നമ്മൾ ഹൈക്ക് ചെയ്യാൻ വന്നു. അതാണ് നമ്മുടെ പവർ ഗൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല. ഗൈസ്, വേറെ എന്തോ കണ്ടിട്ടുണ്ട്. വീണ്ടും നമുക്കെന്തോ ഒരു പീസ് ഓഫ് ഷർട്ടാന്ന് തോന്നുന്നു. നോക്കട്ടെ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെയായിട്ടും. താഴെ എന്തോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മുടെ അടുത്ത് പെട്ടെന്ന് ട്രക്കിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗെയിം. നമ്മുടെ അടുത്ത് ട്രക്കിലേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറയാം. എന്തോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സൈറൻ ഹെഡ്. ഇത് ഇത്രയും നേരത്തെ ഗെയിമിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. മിക്കവാറും നമ്മളെ പിടിക്കുമെന്ന് തോന്നുന്നു. മിക്കവാറും കൊണ്ടുപോകുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ ട്രക്കിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. റെട്രോ ഗെയിമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൊറർ കുത്തി നിറച്ചിട്ടുള്ള ഗെയിം തന്നെയാണ് ഗൈസ്. നമ്മളെ നന്നായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിന് വലിയ സ്പീഡില്ല, പക്ഷെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ഇംഗ്ലീഷിൽ എന്തൊക്കെ തെറി പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് ട്രക്കിലേക്ക് പോകാം. വഴി ഭയങ്കര സിമ്പിളാണ്. ആക്കോടെ കുറച്ച് ദൂരമുള്ളൂ ഗൈസ്. എന്തൊക്കെ നിലവിളി കേൾക്കുന്നുണ്ട്. ആരൊക്കെ കൊല്ലണ പോലത്തെ നിലവിളിയാണ് പറയണത്. എന്താണോ എന്തോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടാം. നമുക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാം. ഇതിന് മുമ്പ് കുറേ പേര് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇനി കാര്യം എന്താണെന്ന് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മളെന്തായാലും ട്രക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഗൈസ്. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. അതാണ് നമുക്ക് ആകെയുള്ള വഴി ഗൈസ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് പോവാം ഗൈസ്. വേറെ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ വീണ്ടും പിടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഗെയിം അത്രേ ഉണ്ടായുള്ളൂ. ഈ ഗെയിമിലിപ്പോൾ എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റാൻഡം പേഴ്സണാണ്. നമ്മളിപ്പോൾ ഒരു കാട്ടിലേക്ക് ഹൈക്കിങ്ങിന് പോയി. റീസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. കാറൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ നടക്കാൻ പോയി ആ ഒരു കാട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ചുറ്റി നടന്നപ്പോൾ എന്തൊക്കെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായി. അയാൾക്കൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ നടന്നു. പോണ വഴിക്കൊക്കെ കുറേ സ്ക്രാച്ച് എന്തൊക്കെയൊക്കെ കാണുന്നുണ്ടായി. ആൾക്കാരെ കൊന്ന പാണ്ടൊക്കെ കാണുന്നുണ്ടായി. പെട്ടെന്നായിരുന്നു ആ സൈറൻ ഹെഡ് വന്നത്. നമ്മളെ ചേസ് ചെയ്ത് വന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മളെ രക്ഷപ്പെടാൻ കാറിലേക്ക് കയറിയപ്പോൾ അവൻ നമ്മളെ കൊന്നിട്ടുണ്ടായി ഗൈസ്.
അപ്പോൾ ഇത് പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈറൻ ഹെഡിനെ നമ്മളെ പിടിച്ച് കൊന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു ഫിക്ഷണൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഈ ഗെയിം അത്യാവശ്യം നന്നായിട്ട് നല്ല ഗെയിം തന്നെയായിരുന്നു. എന്തായാലും ഒരു 5-10 വർഷം പഴക്കമുള്ള ഗെയിം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഗെയിം തന്നെയായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കോമഡി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇൻ്റർനെറ്റിൽ ഇതിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് റിയലായിട്ട് കണ്ട ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്ന കുറേ തിയറീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഈ ഗെയിം പ്ലേ കണ്ടിട്ട് ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ ചാനലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.